കേരയിൽ എന്ന് പറയുന്നത് തൽക്കാലത്തേക്ക് മാറ്റിവെക്കും. അല്ല, കേരയിൽ അല്ല, കേരയിൽ അഴിമതിക്കുള്ള സംവിധാനമാണ്. അത് ഒരു കാരണവശാലും സമ്മതിക്കില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് ഈ ബഡ്ജറ്റിൽ കൂടുതൽ വന്ദേ ഭാരത് ട്രെയിനുകൾ പ്രതീക്ഷിക്കാൻ സാധിക്കും. എനിക്ക് തോന്നുന്നത് ഇത്തവണ കേരളത്തിന് കൂടുതൽ വന്ദേ ഭാരത് വരുമെന്ന് തന്നെയാണ്. ഉറപ്പാണ്. ഉറപ്പ്. തീർച്ചയായിട്ടും വരാതിരിക്കത്തില്ല. സ്ലീപ്പർ വന്ദേ ഭാരത് അടക്കമുള്ള പുതിയ വണ്ടികൾ കൊണ്ടുവരും. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള ഈ NH-66 പൂർത്തിയായാൽ തന്നെ പകുതി പ്രശ്നം തീരും. കേരള സർക്കാരിന് ഇതുവരെ ഈ കേരളിൻ്റെ ആവശ്യകത ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ എയിംസ് വന്നതുകൊണ്ട് കേരളത്തിലെ ഹെൽത്ത് പ്രോബ്ലത്തിന് അല്ലെങ്കിൽ ഹെൽത്ത് ഇഷ്യൂസിന് ഒരു പരിഹാരം ഉണ്ടാകാൻ പോകുന്നില്ല. എയിംസ് എന്ന് പറയുമ്പോൾ എവിടെ വരും? അതിപ്പോ പറയാൻ പറ്റില്ല. സ്ഥലം കൊടുക്കുന്ന എവിടെയാണോ എല്ലാവരും പറയുന്നുണ്ട് എയിംസ് എന്റെ പഞ്ചായത്ത്. അപ്പൊ അതും യൂട്ടിലൈസ് ചെയ്യാൻ പോകുന്നത് തമിഴ്നാടാണ്. ഇതിന്റെ സാധ്യതകൾ പൂർണ്ണമായിട്ടും തമിഴ്നാട് ഉപയോഗപ്പെടുത്താൻ പോകുന്നു. അപ്പം നമുക്ക് വിഴിഞ്ഞം വന്നിട്ട് നമുക്ക് കരഞ്ഞുകൊണ്ടിരിക്കാനാണോ വിധി? മോദി ഗവൺമെന്റിന് കുറഞ്ഞു വന്ന ജനകീയ അംഗീകാരം അല്ലെ ജനസമ്മതി വീണ്ടും തിരിച്ചു പിടിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 2024-25 ബഡ്ജറ്റിൽ മുതലേ നമസ്കാരം. വ്യൂ ഫൈൻഡർ ഇവിടെ തുടരുകയാണ്. ബഡ്ജറ്റ് സംബന്ധിച്ച പ്രതീക്ഷകൾ നമ്മൾ വീണ്ടും ചർച്ചയിൽ കൊണ്ടുവരുന്നു. നമുക്ക് ഒരു ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ സാർ എപ്പോഴും റെയിൽവേ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് ബഡ്ജറ്റ് പ്രതീക്ഷകളെക്കുറിച്ചോ അല്ലെങ്കിൽ ബഡ്ജറ്റോ ഒന്നും നമുക്ക് ചിന്തിക്കാൻ സാധിക്കത്തില്ല. ഇക്കുറി ഒരു പ്രത്യേകത നമ്മൾ കാണുന്നത് സിൽവർ ലൈൻ എന്ന് പറയുന്ന കേരള സമൂഹം ഒന്നടങ്കം വേണ്ട എന്ന് വെച്ചൊരു പദ്ധതി അത് വീണ്ടും കൊണ്ടുവരണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മുടെ ധനമന്ത്രി ഒരു കത്ത് കൊടുത്തിരിക്കുകയാണ്. ഇപ്രാവശ്യത്തെ ബഡ്ജറ്റിൽ സിൽവർ ലൈൻ പരിഗണിക്കണമെന്ന് പറഞ്ഞിട്ട് താങ്കൾക്ക് എന്ത് തോന്നുന്നു? പരിഗണിക്കുമോ? പരിഗണിക്കാനുള്ള സാധ്യതയില്ല. കാരണം ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പിന്നെ എന്താണ് 3 ലൈൻ റെയിൽവേക്ക് വേണ്ടി സർവേ തുടങ്ങിയിട്ടുണ്ട്. അത് വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കേരയിൽ എന്ന് പറയുന്ന ഒരു അനാവശ്യ സംവിധാനമായിട്ട് നമ്മുടെ ഒരു കമ്മിറ്റ്മെൻറ്റായിട്ട് മാറും. അതുകൊണ്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അനുവാദം കൊടുക്കും എന്ന് എനിക്ക് വലിയ ഉറച്ച വിശ്വാസമൊന്നുമില്ല. അതായത് താങ്കൾ പറഞ്ഞത് ഇപ്പോൾ പാത ഇരട്ടിപ്പിക്കലിനെ കുറിച്ച് പറയുന്നിടത്ത് 3 പാത കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഇതിന്റെ ആവശ്യമേ ഇല്ല. അതിന്റെ ആവശ്യമായിട്ട് വരുന്നില്ല. അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിന്റെ സർവേ തുടങ്ങി കഴിഞ്ഞു. അശ്വിനി വൈഷ്ണവ് നടത്തിയ ചർച്ചയിൽ ഇപ്പൊ പറഞ്ഞത് നമ്മൾ ഒന്ന് തിരുവനന്തപുരം ടു കാസർഗോഡ് മംഗലാപുരം, അതും പാലക്കാട്, ഈ 2 പാതയും പിന്നീട് ഇവിടുന്നുള്ള ആര്യങ്കാവ് ആ പാത, അവിടെ 2 പാത കൊണ്ടുവരാവുന്നിടത്ത് മുഴുവൻ 2 പാത കൊണ്ടുവരും. 3 പാത ആക്കേണ്ടടുത്ത് 3 പാത കൊണ്ടുവരും. ആ ഒരു പാത എന്ന് പറയുന്നത് എപ്പോഴും ഹൈസ്പീഡായിരിക്കും. അപ്പോൾ ഈ ഹൈസ്പീഡ് റെയിലിൻ്റെ സെപ്പറേറ്റ് പാത വരുന്ന സമയത്ത് കേരയിൽ എന്ന് പറയുന്നത് ഒരിക്കലും ഫീസിബിൾ അല്ല. ഇത് മാത്രമല്ല, ഇപ്പോൾ നീതി ഞാനുമായിട്ടുള്ള നേരത്തെ ജനം TV നടത്തിയ ചർച്ചയിൽ നമ്മളിത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. കാര്യം ഇത് നമ്മുടെ ഇപ്പോഴത്തെ എക്സിസ്റ്റിംഗ് ഇപ്പോൾ നിലവിലുള്ള റെയിൽപാത ശൃംഖലയുമായിട്ട് ബന്ധപ്പെടുത്തുന്ന രീതിയിലല്ല കേരളത്തിൻ്റെ ഈ കേരയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇത് ജപ്പാനിൽ നിന്ന് അവർ വലിച്ചെറിഞ്ഞ അല്ലെങ്കിൽ അവർക്ക് വർക്ക് ചെയ്യാൻ ഫീസിബിൾ അല്ല എന്ന് കണ്ട ഒരു സംഭവം കൊണ്ടുവന്നിട്ട് അധിക വില കൊടുത്ത് ഇവിടെ കൊണ്ടുവന്നത് ചെയ്യാൻ പോവാണ്. ഇത് 1 ലക്ഷം കോടിയൊക്കെയാണ് ഇതിൻ്റെ കോസ്റ്റ് പറഞ്ഞതെങ്കിൽ പോലും ഈ ശ്രീധരനെ പോലുള്ള വിദഗ്ധർ പറയുന്നത് 2 ലക്ഷം കോടി വരെ ഇതിൻ്റെ കോസ്റ്റ് കൂടുമെന്നാണ്. ഈ 2 ലക്ഷം കോടിക്ക് ഇത് കൊണ്ടുവരികയാണെങ്കിൽ 10% കമ്മീഷൻ ആണെങ്കിൽ തന്നെ ഇവർ എത്ര കോടി രൂപ അടിച്ചു മാറ്റാം കമ്മീഷൻ. അതിനുവേണ്ടിയാണ് ഇത് പ്രഷർ ചെയ്യുന്നത്. മനസ്സിലായി. നമ്മൾ നേരത്തെ പറഞ്ഞ ഈ 3 വരി പാത ഒന്ന് ചോദിച്ചോട്ടെ. നമ്മളിപ്പോൾ പാത ഇരട്ടിപ്പിക്കലിനെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയിട്ട് പതിറ്റാണ്ടുകളായി. പൂർത്തിയായി. കേരളത്തിൽ പൂർത്തിയായി. നമുക്ക് പൂർണ്ണമായിട്ട് ഇപ്പോൾ പറയുന്ന വൈദ്യുതീകരണം പൂർത്തിയായിട്ടില്ല. കേരളത്തിൽ പൂർത്തിയായി. 2 ലൈനും പൂർത്തിയായി. കംപ്ലീറ്റ് പൂർത്തിയായി. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന സാധനം ഇതിന്റെ ഇപ്പോൾ നിലവിൽ ഈ സ്ഥലം ഏറ്റെടുക്കുന്നതിനുള്ള വെല്ലുവിളി, ഇപ്പോൾ ഈ സിൽവർ ലൈൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ ഏറ്റവും വലിയൊരു പ്രശ്നമായി ചൂണ്ടിക്കാണിക്കുന്നത് ഈ സ്ഥലം ഏറ്റെടുക്കലിൻ്റെ വെല്ലുവിളിയാണ്. ഇപ്പോൾ നിലവിലുള്ള സംവിധാനത്തിനോടൊപ്പം എങ്ങനെ ഇനി വീണ്ടും ഒരു വികസനം പോസിബിൾ ആവും? കേരള പെർസ്പെക്റ്റീവ് ചിന്തിക്കുമ്പോൾ ഈ 3 ലൈൻ പാതയ്ക്ക് വേണ്ടിയിട്ട് വീണ്ടും സ്ഥലം ഏറ്റെടുക്കുന്നതും സിൽവർ ലൈന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ലൈൻ എടുക്കുന്നതും തമ്മിൽ എന്താ വ്യത്യാസം? അല്ല, വ്യത്യാസമുണ്ട്. നിലവിലുള്ള പാതയുടെ അവിടെ തന്നെ ഇപ്പോൾ സ്ഥലമുണ്ട്. വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ പുതിയ പാതയും പുതിയ പാലവും വേണ്ടി വരുള്ളൂ. അതാണ് ഫീസിബിൾ. എല്ലായിടത്തും ഈ 3 ലൈൻ ത്രൂ ഔട്ട് കേരള അല്ല വിഭാവനം ചെയ്യുന്നത്. അല്ല, വേണ്ടിടങ്ങളിൽ ചില സ്ഥലങ്ങളിൽ 4 ലൈനും ഇത് ചെയ്യുന്നുണ്ട്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ലാൻഡിന്റെ ദൗർലഭ്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഇപ്പം 2 ലൈനിന് വേണ്ടി നമ്മൾ ഭൂമിയെല്ലാം ഏറ്റെടുത്ത് പൂലനായി കഴിഞ്ഞു, പിന്നെ ഇലക്ട്രിഫിക്കേഷൻ നടത്തി കഴിഞ്ഞു. ഇപ്പം അതെപ്പോഴാണ് നമ്മൾ 3 ലൈൻ ഇതിലേക്ക് പോകുന്നത്. ഇപ്പം നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ഇപ്പോൾ 2 എണ്ണത്തിന് വേണ്ടി എടുത്ത അവസരത്തിൽ എക്സസ് ലാൻഡുകളൊക്കെ പലയിടത്തും അക്വയർ ചെയ്തിട്ടുണ്ട്.
അതിൻ്റെ റിക്വയർമെൻറ്റ് ആവശ്യം കൂടെ വിലയിരുത്തിയതിന് ശേഷം ബാലൻസ് വരുന്ന ഭൂമി മാത്രമേ ഇനി അക്വയർ ചെയ്യുന്നുള്ളൂ. അല്ല, അതവർ പറയുകയും ചെയ്തു, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ റെയിൽവേ പറയുകയും ചെയ്തു കഴിഞ്ഞു. കേരള സർക്കാരിന് ഇതുവരെ ഈ കേരളിന്റെ ആവശ്യകത ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ എം വി ഗോവിന്ദൻ പറഞ്ഞ മാതിരി എല്ലാ ദിവസവും ഇവിടെ പോകും ഉണ്ണിയപ്പം വിൽക്കാൻ പോകുന്ന ആൾക്കാരാരാ ഉള്ളത്? അപ്പം വിൽക്കാൻ കാസർഗോഡ് നിന്ന് ദിവസവും അപ്പം വിൽക്കാൻ പോവാണ്. സത്യത്തിൽ ഇതിൻ്റെ ഒരു ഫീസിബിലിറ്റി, ആവശ്യകത എന്താണെന്ന് കേരളത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല, ശാസ്ത്ര സാഹിത്യ പരിഷത്തിനെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഏതായാലും 3 ലൈനിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ നമുക്ക് ഈ ബഡ്ജറ്റിൽ കൂടുതൽ വന്ദേ ഭാരത് ട്രെയിനുകൾ പ്രതീക്ഷിക്കാൻ സാധിക്കുമോ? പക്ഷെ അതൊരു ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ട് അതിനകത്ത്. കാരണം നമ്മുടെ നിലവിലുള്ള റെയിൽവേ ലൈനിൽ കൂടി ഇനി കൂടുതൽ ട്രെയിൻ സർവീസ് നടത്താൻ പറ്റാതെ നമ്മുടെ ഈ പാളങ്ങളെല്ലാം എക്സസ് യൂട്ടിലൈസേഷൻ അധികം ഉപയോഗപ്പെടുത്തുകയാണ്. അപ്പോൾ അങ്ങനെയുള്ളിടത്ത് വരുന്ന അവസരത്തിൽ വന്ദേ ഭാരതം പോലെയുള്ള അതിവേഗ ട്രെയിൻ സർവീസ് തുടങ്ങാനായിട്ട് ഒരുപാട് പരിമിതികളുണ്ട് റെയിൽവേക്ക്. അത് നമ്മൾ മനസ്സിലാക്കണം. അതായത് കൂടുതൽ നമ്പർ ഓഫ് വന്ദേ ഭാരത് വരുന്നതിനുള്ള ബുദ്ധിമുട്ടുകളാണ് ഇതാണ്. അപ്പോൾ ഇതിനൊരു പരിഹാരം എന്താണ്? ഈ 3 ലൈൻ മൂന്ന് ലൈൻ വന്നു കഴിഞ്ഞെങ്കിലേ നമുക്ക് അതിന് എന്ന് നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങി അവസാനിക്കാനാണെന്നുള്ളതാണ്. അല്ല, അത് കുറച്ച് സമയം എടുക്കില്ല എന്ന് പറയുന്നില്ല. പക്ഷേ അത് പണ്ടൊരു PN പ്രസാദ് എന്ന് പറഞ്ഞ് റെയിൽവേ ബോർഡ് ചെയർമാനായിട്ടിരുന്ന റിട്ടയർ ചെയ്ത അദ്ദേഹം 2010 മരിക്കുന്നതിന് മുമ്പ് തന്നെ പറയുമായിരുന്നു നമ്മുടെ റെയിൽവേ ലൈനെ ഇപ്പം 120% യൂട്ടിലൈസ് ചെയ്യുന്നത്. ഇപ്പോ എനിക്ക് തോന്നുന്നത് ഇത്തവണ കേരളത്തിന് കൂടുതൽ വന്ദേ ഭാരത് വരുമെന്ന് തന്നെയാണ്. ഉറപ്പ്. വരാതിരിക്കത്തില്ല. സ്ലീപ്പർ വന്ദേ ഭാരത് അടക്കമുള്ള പുതിയ വണ്ടികൾ കൊണ്ടുവരും. അതിന് പകരം എക്സിസ്റ്റിംഗ് തീവണ്ടികൾ ചിലപ്പം കുറച്ചെണ്ണം മാറ്റുകയോ കുറയ്ക്കുകയോ ഡൈവേർട്ട് ചെയ്യുകയോ ഒക്കെ ചെയ്യാം. അതേപോലെ ഈ കണക്ടിവിറ്റിയും കൂടെ കുറച്ചുകൂടെ കൂടും. അപ്പോൾ ഈ ബാംഗ്ലൂർക്കും മംഗലാപുരം, ബാംഗ്ലൂർ, ചെന്നൈ തുടങ്ങിയ അവിടെയും സൗത്ത് ഇന്ത്യയുടെ ഒരു കണക്ടിവിറ്റി എന്ന് പറയുന്നത് കുറച്ചുകൂടെ ശക്തമാകുന്ന രീതിയിൽ കൂടുതൽ ഇത് വരാനാണ് സാധ്യത. കാരണം 5 വർഷം കൊണ്ട് ഇപ്പം നമുക്ക് 30,000 കിലോമീറ്റർ റെയിൽപാതയാണ് ഇന്ത്യയിൽ മൊത്തം ഉള്ളത്. അടുത്ത 5 വർഷം കൊണ്ട് 60,000 കിലോമീറ്റർ ആക്കി ഉയർത്തുകയും ലോകത്തെ 3ാം സ്ഥാനത്തേക്ക് വരണം എന്നുള്ളതാണ്, റെയിൽവേയുടെ നെറ്റ്വർക്ക് വരണം എന്നുള്ളതാണ് നമ്മുടെ പ്ലാൻ. ഇപ്പൊ അശ്വിനി വൈഷ്ണവിനെ പോലെ IIT, IIM, പിന്നീട് IAS, ഇത് 3ഉം കഴിഞ്ഞ ഗംഭീരമായ ബുദ്ധിശക്തിയുള്ള നല്ല മന്ത്രി, ടെക്നോക്രാറ്റാണ്. അപ്പോൾ ഈ ആക്സിഡന്റ് ഉണ്ടായ സ്ഥലത്ത് തീവണ്ടിയുടെ അടിയിൽ പോയിട്ട് അദ്ദേഹം കയറുന്ന വിഷ്വൽ നമ്മളന്ന് വൈറലായിരുന്നു. അപ്പോൾ ഭയങ്കരമായ പ്ലാനും കൃത്യമായ ബുദ്ധിശക്തിയുള്ള നല്ല മന്ത്രിയാണ്. അപ്പം അത് കേരളത്തെ ഒരു സെപ്പറേറ്റ് ആയിട്ട് അദ്ദേഹം കാണുന്നില്ല. റെയിൽവേ സംബന്ധിച്ചിടത്തോളം പ്രധാനമായിട്ടുള്ളത് അവരുടെ ഓട്ടോമാറ്റിക് സിഗ്നൽ സംവിധാനം ശക്തിപ്പെടുത്തുക, അത് മൊത്തത്തിൽ പൂർത്തിയാക്കുക, ഈ വളവും തിരിവൊക്കെ കുറച്ചിട്ട് സ്ട്രെയിറ്റ് ലൈൻ ആക്കാനുള്ള ശ്രമം നടത്തുക, ഒപ്പം നേരത്തെ പറഞ്ഞ നേമം റെയിൽവേ യാർഡിൻ്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കി പൂർത്തിയാക്കുക, കൊച്ചുവേളിയുടെ ആ റെയിൽവേ സ്റ്റേഷൻ്റെ പ്രവർത്തനം വിപുലപ്പെടുത്തി അത് യാർഡാക്കി മാറ്റി നിലനിൽക്കണം. അതേപോലെ തന്നെ അങ്കമാലി ശബരിമല റൂട്ടും പുതിയ ലൈനാണ്, അതും സമയമെടുക്കും. അത് ലാൻഡ് സർവേ നടത്തണം, ലാൻഡ് അക്വയർ ചെയ്യണം. അത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ സഹകരണം ഉണ്ടെങ്കിൽ അത് പൂർത്തിയാക്കാൻ പറ്റത്തുള്ളൂ. കാരണം ലാൻഡ് അക്വസിഷനൊക്കെ അവരുടെയാണ്. ഏത് രീതിയിലാണ് ഗവൺമെൻറ് ഓഫ് കേരള അതിനോട് യോജിക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാന കാരണം നമുക്ക് പുതിയ റെയിൽ സർവീസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നിലവിലുള്ള പാളത്തിൻ്റെ കാര്യക്ഷമത ഇപ്പം നമ്മൾ 100% കൂടുതൽ ഉപയോഗിക്കുന്നുണ്ട്. അത് വീണ്ടും ഉപയോഗിച്ച് കഴിഞ്ഞാലായിരിക്കും ചിലപ്പോൾ ആക്സിഡൻറ്റുകളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ 3ാമത്തെ ലൈനായിരിക്കും അതിന് വേണ്ടുന്ന നടപടികൾ, അതിനുള്ള നിർദ്ദേശങ്ങൾ ആയിക്കഴിഞ്ഞു. വരാതിരിക്കത്തില്ല. അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ സുരേഷ് ഗോപി എന്തോ ഒരു പുതിയൊരു പാത അതെന്തായിരുന്നു? അല്ല, അത് നേരത്തെ ഉള്ളതാണ്, ഗുരുവായൂർ പൊന്നാനി പാത. അത് വളരെ പലതവണ കെ.കരുണാകരന്റെ സമയത്ത് തന്നെ ഇത് പലതവണ നിർദ്ദേശം വന്നതാണ്. സുരേഷ് ഗോപി ഇതൊരു ഉറപ്പായിട്ട് അതെ അദ്ദേഹം ഇത്തവണ നടപ്പാക്കും എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്കമാലി ശബരിമല ഈ പമ്പ പാതയും ഇതേപോലെ ഗുരുവായൂർ പാത, അതേപോലെ ഈ നിലമ്പൂർ നഞ്ചങ്കോട് അത് സർവേ കഴിഞ്ഞാണ്. അപ്പോൾ അത് ഈ മൈസൂരിലേക്കുള്ള യാത്ര, അതുപോലെ ബാംഗ്ലൂരുമായിട്ടുള്ള കണക്ഷനൊക്കെ ഭയങ്കരമായിട്ട് ചേഞ്ച് വരുന്നതാണ്. ഈ 3 പാതയുടെ കാര്യത്തിൽ കേരളം
ശക്തമായിട്ട് അതിനുവേണ്ടിയാണ് സ്റ്റിക്ക് ഓൺ ചെയ്യേണ്ടത്. അതായത് റെയിൽവേ വികസനത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന് പ്രത്യാശ വരുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇക്കുറി നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്, പലതും കിട്ടുമെന്നാണ് നമ്മൾ പറയുന്നത്. എന്തൊക്കെയാ സംഭവിക്കുക എന്നുള്ളത് അല്ല, ഇത് കേരളത്തിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ കേരളത്തിൽ ഈ നല്ല ആൾക്കാരെ ആദരിക്കാൻ അല്ലെങ്കിൽ അവരുടെ വാക്കുകൾ കേൾക്കാൻ നമ്മൾ തയ്യാറാവുന്നില്ല. MKK നായരെ നമ്മൾ പുകച്ച് പുറത്തിയടിക്കുകയായിരുന്നു. അതേപോലെ തന്നെ KPP നമ്പ്യാർ, അതുപോലെ തന്നെ ഇപ്പം E ശ്രീധരൻ. ഇന്ന് ലോകം മുഴുവൻ എക്സ്പെർട്ടൈസ് തേടുന്ന അഭിപ്രായം തേടുന്ന ആളാണ് E ശ്രീധരൻ. എന്തുകൊണ്ടാണ് E ശ്രീധരനെ നെഗ്ലക്റ്റ് ചെയ്യുന്നത്? E ശ്രീധരൻ അല്ല, BJP ഇപ്പോഴല്ലേ അദ്ദേഹം ആയുള്ളൂ. അതിനു മുമ്പും ഇവർക്ക് E ശ്രീധരന് താല്പര്യമില്ല, മാറ്റി നിർത്തുമായിരുന്നു. അപ്പൊ E ശ്രീധരനെ പോലുള്ള ഒരു ടെക്നോക്രാറ്റിന്റെ അഭിപ്രായം എടുത്തിട്ട് അദ്ദേഹത്തിന്റെ സഹായത്തോടെ ഇപ്പൊ ഇപ്പൊ മെട്രോ കൊച്ചിയിൽ വന്നു, അതിൽ കോഴിക്കോടും തിരുവനന്തപുരത്ത് എന്താ ചെയ്യാൻ പറ്റുന്നത്? ട്രിവാൻഡ്രം പഠനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെ, അപ്പൊ അതനുസരിച്ച് കേരളത്തിന്റെ മുഴുവൻ ഈ ഗതാഗതം ഒന്ന് ഈസ് ആക്കുകയും ഫ്യൂവൽ കൺസംഷൻ, പെട്രോൾ അടക്കമുള്ള ഫ്യൂവൽ കൺസംഷൻ ഈ കുറയ്ക്കുന്ന രീതിയിലുള്ള പൊതുഗതാഗത സംവിധാനം ശക്തമാക്കുകയും ചെയ്താലേ കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥ രക്ഷപ്പെടൂ. ഇപ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞ ട്രിവാൻഡ്രത്തെ മെട്രോയുടെ കാര്യം പറഞ്ഞു, അതുകൂടെ ഒന്ന് താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ ട്രിവാൻഡ്രത്ത് കൊച്ചിൻ മെട്രോ തന്നെ ഇപ്പോൾ ഫുൾ സ്വിംഗിലായിട്ടില്ല, നടക്കുന്ന കാര്യമാണോ? ശരിക്കും ഓപ്പറേഷൻ കോസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അതിന്റെ MD പറയുന്നത്, ലോക്നാഥ് ബെഹ്റ പറയുന്നത്. പക്ഷേ അതിന്റെ ഓഡിറ്റഡ് റിപ്പോർട്ടുകളൊന്നും പുറത്തു വന്നിട്ടില്ല. എല്ലാം വരും കണക്കുകളിലായിരിക്കും. ഏകദേശം 10-15 വർഷത്തോളം പഴക്കമുള്ള കൊച്ചിൻ മെട്രോ സർവീസ് പോലും കാര്യക്ഷമമായിട്ട് നടത്താൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ, അതല്ലെങ്കിൽ അത് കാര്യക്ഷമമായിട്ട് പ്രവർത്തിപ്പിച്ച് അതിൻ്റെ നേട്ടങ്ങളും കോട്ടങ്ങളും വിലയിരുത്തിയതിന് ശേഷമായിരിക്കണം തിരുവനന്തപുരം മെട്രോയിലേക്ക് വരേണ്ടത്. എന്തോ റിപ്പോർട്ട് സമർപ്പിച്ചു, വിശദമായ റിപ്പോർട്ടിന് വേണ്ടിയിട്ട് വീണ്ടും റിപ്പോർട്ടിന് വേണ്ടി അനുസരിക്കുകയാണ്. പക്ഷേ നമ്മൾ അതിനകത്ത് ഇവിടെ ഇങ്ങനെ പഠനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ കേന്ദ്രത്തിൽ നിന്ന് പിന്നെ നമ്മൾ അതിനെക്കുറിച്ചൊന്നും ഇപ്പം ചിന്തിക്കുന്നത്. എനിക്ക് റെയിൽവേ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനുള്ളത്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആയിട്ട് സഹകരിച്ചുകൊണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ഫുൾ ഓട്ടോമാറ്റിക് സിഗ്നൽ സംവിധാനവും വളവും തിരിവും തിരിക്കുന്നതിനുള്ള, അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞത് അങ്കമാലി ശബരിമല റെയിൽ സർവീസ് തുടങ്ങുന്നതിനും ഒപ്പം ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുമായിട്ട് സഹകരിച്ചുകൊണ്ട് നമ്മുടെ കേരളത്തിലെ നിലവിലുള്ള റെയിൽവേ സംവിധാനം കൂടുതൽ കാര്യക്ഷമമാക്കി നടത്തിക്കാനുള്ള സംവിധാനം എടുത്തുകൊണ്ട് ഈ കേരയിൽ എന്ന് പറയുന്നത് തൽക്കാലത്തേക്ക് മാറ്റിവെക്കും. അല്ല, കേരളയിൽ അഴിമതിക്കുള്ള സംവിധാനമാണ്, അത് ഒരു കാരണവശാലും സമ്മതിക്കില്ല. പക്ഷേ ധനമന്ത്രി പിന്നെയും പോയി ചോദിച്ചിരിക്കുകയാണ്. അല്ല, ചോദിക്കാമല്ലോ, ആർക്കും ചോദിക്കാമല്ലോ. ഓക്കെ, മനസ്സിലായി. പക്ഷെ ഇതിലിപ്പോ താങ്കളുടെ ഇതിനകത്ത് രാഷ്ട്രീയ നിലപാടുണ്ട്. K സുരേന്ദ്രനും V മുരളീധരനും സുരേഷ് ഗോപി അടക്കം മുഴുവൻ പേരും BJP വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞു കേരളയിൽ വേണ്ട. പക്ഷെ ഇവര് നരേന്ദ്രമോദി വികസനത്തിന് അനുകൂലമായതുകൊണ്ട് അത് ലൂട്ട് ചെയ്യാനാണ് ഇവരുടെ ശ്രമം. മോദിയുടെ ദൗർബല്യം, വികസനം എന്ന് പറഞ്ഞാൽ മോദി വീഴുമെന്നറിയാം. അപ്പൊ അത് പക്ഷെ ഇക്കാര്യത്തില് മുഴുവൻ ഈ സാധനം മുഴുവൻ E ശ്രീധരൻ അന്ന് തയ്യാറാക്കിയ സംഭവം മുഴുവൻ നരേന്ദ്രമോദിക്ക് എത്തിയിട്ടുണ്ട്. താങ്കൾ നേരത്തെ പറഞ്ഞു സംസ്ഥാന സർക്കാർ ഇപ്പൊ E ശ്രീധരനെ പോലെയുള്ള പ്രതിപാദനന്മാരെ സംസ്ഥാനം ഉപയോഗിക്കുന്നില്ല, കേന്ദ്രം അദ്ദേഹത്തിന്റെ സാധ്യതകൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കേരളയിൽ എന്ന് പറയുന്ന ഒരു അനാവശ്യ സംഭവമാണെന്ന് അദ്ദേഹത്തിൽ നിന്ന് പറഞ്ഞു, അത് കിട്ടിയിട്ടുണ്ട്, റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എത്രയൊക്കെ വികസനത്തിന്റെ അപ്പോസ്തലനായാലും നരേന്ദ്രമോദിക്ക് E ശ്രീധരന്റെ വാക്കുകൾ ഉൾക്കൊള്ളുകയാണെങ്കിൽ കേരളയിൽ വേണ്ടെന്ന് വെക്കുമല്ലോ. അപ്പോൾ നമുക്ക് അങ്ങനെ തന്നെ പ്രതീക്ഷിക്കാം. അല്ല, കേരളത്തിലെ ജനങ്ങളുടെ വികാരം കൂടി സംസ്ഥാന ഗവൺമെന്റ് മനസ്സിലാക്കണം. ജനങ്ങൾ ഭൂരിപക്ഷവും ഇതിനെതിരാണ്. കേരയിൽ എന്ന് പറയുന്ന ആവശ്യമില്ല എന്നുള്ളത് ഏതാനും പാർട്ടിക്കാർ മാത്രമേ അനുകൂലിക്കുന്നുള്ളൂ. സംശയമാണ്. അതൊരു ചില വ്യക്തികൾ അവരുടെ വ്യക്തി താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുന്നു. ജനങ്ങൾക്ക് ആവശ്യമില്ലാത്തൊരു കാര്യം റെയിൽവേയുടെ കാര്യത്തിൽ അങ്ങനെ പോകുന്നു, ആശങ്കകളും പ്രത്യാശകളും ഒക്കെ അങ്ങനെ പോകുന്നു. നമുക്ക് റോഡുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം? ദേശീയപാത എന്ന് പറയുന്നത് 2027 കമ്മീഷൻ ചെയ്യുമെന്ന് നമ്മൾ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നു. ഈ വരുന്ന ബഡ്ജറ്റിൽ ദേശീയപാതകളുടെ വികസനം അല്ലെങ്കിൽ അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് എന്തൊക്കെ പ്രതീക്ഷിക്കാം? അല്ല, കേരളത്തെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാന സൗകര്യ വികസനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് റെയിൽവേയാണ്, നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. രണ്ടാമത്തേത് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ കീഴിലുള്ള PW റോഡുകളാണ്. ഇപ്പം കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള റോഡിൻ്റെ പണി നടക്കുകയാണ്. അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുമായിട്ട് സഹകരിച്ചുകൊണ്ട് ഇപ്പം ഭൂമി അക്വയർ ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പം നിർമ്മാണ പ്രവർത്തനങ്ങളാണ് പെട്ടെന്ന് നടക്കേണ്ടുന്നത്. ആ നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള അസംസ്കൃത വസ്തുക്കൾ ലഭ്യമാക്കുന്നതിലും അതേപോലെ തന്നെ അത് പെട്ടെന്ന് പൂർത്തിയാക്കുന്നതിനുമുള്ള ഒരു സഹകരണ മനോഭാവം സംസ്ഥാന ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുമായിട്ട് ആലോചിച്ച് പരസ്പര സഹകരണത്തിൽ കൂടി പോയി ഈ പറയുന്ന 2025 മാർച്ച് 31 മുമ്പ് ഈ പണി പൂർത്തിയാക്കാനുള്ള ഒരു നടപടി സ്വീകരിക്കണം. കേന്ദ്ര നേതാക്കന്മാരുമായിട്ടൊക്കെ നല്ല ബന്ധമുള്ള ഒരാളാണല്ലോ. നമുക്ക് എന്തെങ്കിലും ഒരു പുതിയ പാത അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും ഒരു പ്രഖ്യാപനം ഈ ഒരു റോഡ് കണക്ടിവിറ്റി സംബന്ധിച്ച് പ്രതീക്ഷിക്കാവോ? അല്ല, എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ തവണ തന്നെ വന്ന പാത ഇനിയും പൂർത്തിയാക്കിയിട്ടില്ല. ആദ്യം അത് ശരിയാക്കട്ടെ. അതെ.
അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള ഈ NH-66 പൂർത്തിയായാൽ തന്നെ പകുതി പ്രശ്നം തീരും. കാസർഗോഡ് നിന്ന് 6 മണിക്കൂർ വേണ്ട ഇവിടെ തിരുവനന്തപുരത്ത് എത്താൻ. അപ്പോൾ അത്രയും ഫാസ്റ്റായിട്ടുള്ള 6 ലൈൻ റോഡ് തയ്യാറായി കഴിയുമ്പോൾ കേരളത്തിൽ എവിടെയാണ് ഇതുമായിട്ടുള്ള കണക്ടിവിറ്റി മാത്രം മതി. പക്ഷേ നമ്മുടെ ഇപ്പോൾ വിഴിഞ്ഞം കപ്പലൊക്കെ അതുണ്ട്. വിഴിഞ്ഞം റിംഗ് റോഡ് നേരത്തെ തന്നെ കാര്യങ്ങളിലൊക്കെ എഗ്രിമെന്റ് അല്ലല്ല, അത് 7,900 കോടി രൂപ കേന്ദ്ര സർക്കാർ നേരത്തെ തന്നെ ഓഫർ ചെയ്തിട്ടുണ്ട്. അത് കരാർ വെക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ്. പക്ഷെ എന്തോ ഒരു GST വിഹിതം കുറേയധികം ബാർഗനിങ് നടക്കുന്നു. ആ നൂലാമാല മുഖ്യമന്ത്രി എന്തുകൊണ്ട് വിഴിഞ്ഞം തുറമുഖം ഇത്രയായിട്ടും ഇപ്പൊ അദാനിക്ക് ഇൻഫ്ലുവൻസ് ഉണ്ടെന്നാണല്ലോ ഇവർ പറയുന്നത്. അപ്പൊ എന്തുകൊണ്ട് അദാനിയായിട്ട് കൂട്ടി പ്രധാനമന്ത്രിയോ അല്ലെങ്കിൽ നിതിൻ ഗഡ്കരിയോ കണ്ടിട്ട് ഈ പ്രശ്നം സോർട്ട് ഔട്ട് ചെയ്യുന്നില്ല? ഇപ്പൊ ഇതിന്റെ സാധ്യതകൾ മുഴുവൻ തമിഴ്നാട്ടുകാരാണ് ഇപ്പൊ ഉപയോഗപ്പെടുത്താൻ പോകുന്നത് വിഴിഞ്ഞത്തിന്റെ. അല്ല, ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, വിഴിഞ്ഞം പോർട്ട് യാഥാർത്ഥ്യമായി കഴിഞ്ഞു, മദർഷിപ്പ് കഴിഞ്ഞ് ട്രാൻസ്ഷിപ്പിഷനും തുടങ്ങി. പക്ഷേ കേരള ഗവൺമെൻറ് ചെയ്യേണ്ടുന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, റോഡ് കൺസ്ട്രക്ഷൻ, ബാലരാമപുരം അല്ല റിംഗ് റോഡ്, വിഴിഞ്ഞം നാവായിക്കുളം റിംഗ് റോഡ്, ഒരു 10,000 കോടി രൂപയുടെ ഇതൊരു കോറിഡോറാക്കി എടുക്കും, വ്യവസായ കോറിഡോറാക്കി മാറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് പ്രഖ്യാപനം നടന്നിട്ട് 10 വർഷത്തിൽ കൂടുതലേ എങ്ങും എത്തിയിട്ടില്ല. ലാൻഡ് അക്വിസിഷൻ തുടങ്ങിയിട്ടില്ല. ലാൻഡ് അക്വിസിഷൻ പോലും തുടങ്ങിയിട്ടില്ല. പിന്നെ അതുപോലെ ഭൂഗർഭ റെയിൽവേ ലൈൻ എന്ന് പറയുന്നത് ഗവൺമെൻറ് ഓഫ് വിഴിഞ്ഞം, അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആയിട്ട് ആലോചിച്ച് ചെയ്യേണ്ടതാണ്. അതിന് നടപടികളൊന്നും ആയിട്ടില്ല. അന്നേരം പോർട്ട് കമ്മീഷൻ ചെയ്ത് കഴിയുകയും മദർഷിപ്പ് വരികയും ചെയ്ത് ട്രാൻസ്ഷിപ്മെൻറ്റ് തുടങ്ങുകയും ചെയ്ത് ഈ ഒരു സാഹചര്യത്തിൽ ഇനി എങ്ങനെ ഇത് പോർട്ട് മുമ്പോട്ട് പോകുന്നുള്ളതിനെ പറ്റി കേരള ഗവൺമെൻറ്റിന് വളരെ ചിന്തയില്ല എന്നാണ് എൻ്റെ. അല്ല, ഒരു ഫെസിലിറ്റിയും നമ്മൾ ചെയ്തിട്ടില്ല. ഈ റിംഗ് റോഡും റെയിൽവേ ലൈനും വന്നില്ലെങ്കിൽ ഇവിടുന്നുള്ള ചരക്ക് ഗതാഗതം എങ്ങനെ നടക്കും? വരുന്ന കപ്പലിൽ വരുന്ന കണ്ടെയ്നറൊക്കെ ഇറക്കി വെക്കാനുള്ള ഹബ്ബുകൾ വേണം. അതെ, അതുപോലും ആയിട്ടില്ല. പക്ഷെ അത് തമിഴ്നാട്ടുകാർ തുടങ്ങി അതിർത്തിയിൽ അവർ പണി തുടങ്ങി. അതുപോലെ റോഡ് വഴി കൊണ്ടുപോകേണ്ടുന്ന പിന്നെ ഇത് ടാങ്കേഴ്സ് കാണും, അത് കൊണ്ടുപോകാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും. അല്ല, അതും അവർക്കാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ സൗകര്യം. അവർക്ക് ഹൈവേ കയറി കഴിഞ്ഞാൽ നേരെ നാഗർകോവിൽ എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് പോവാം. NH വഴി കളിക്കാനുള്ള നാഗർകോവിൽ കയറി കഴിഞ്ഞാൽ തമിഴ്നാട് വഴി റൂട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അതും യൂട്ടിലൈസ് ചെയ്യാൻ പോകുന്നത് തമിഴ്നാടാണ്. ഇതിന്റെ സാധ്യതകൾ പൂർണ്ണമായിട്ടും തമിഴ്നാട് ഉപയോഗപ്പെടുത്താൻ പോകുന്നു. നമുക്ക് വിഴിഞ്ഞം വന്നിട്ട് നമുക്ക് കരഞ്ഞുകൊണ്ടിരിക്കാനാണോ വിധി? അല്ല, കരയാൻ പോവുകയാണ് നമ്മള്. കേന്ദ്രം ചുമ്മാ ഇരിക്കത്തുണ്ടോ? കേന്ദ്രത്തിന് എന്തെങ്കിലുമൊക്കെ ചെയ്യത്തില്ലയോ? കേന്ദ്രം എന്ത് ചെയ്യും? സംസ്ഥാന സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങൾ നിർദ്ദിഷ്ട ബാലരാമപുരം വിഴിഞ്ഞം റെയിൽ കണക്ടിവിറ്റി കേന്ദ്രമാണല്ലോ ചെയ്യേണ്ടത്. പക്ഷെ സ്ഥലം അക്വയർ ചെയ്ത് കൊടുക്കേണ്ടത് സംസ്ഥാന സർക്കാരല്ലേ? അല്ല, ഈ ബഡ്ജറ്റിൽ അതിനെന്തെങ്കിലും പ്രഖ്യാപനം പ്രതീക്ഷിക്കാമോ? അല്ല, അത് നേരത്തെ തന്നെ എനിക്ക് ഒന്ന് പ്രഖ്യാപിച്ച് യാഥാർത്ഥ്യമാക്കണം. അത് യാഥാർത്ഥ്യമാക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ്. സംസ്ഥാന സർക്കാരും ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും കൂടെ കൂടി സഹകരിച്ച് ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ്. അല്ല, ഒരാൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. ലാൻഡ് അക്വയർ ചെയ്ത് ഇവർ കൊടുക്കണം, ബാക്കിയുള്ള ഫെസിലിറ്റീസ് എല്ലാം പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ അതുപോലെ തന്നെ മറ്റൊരു കാര്യമുള്ളത്, 10 വർഷത്തിന് മുമ്പ് പ്രഖ്യാപിച്ചാണ് കൊച്ചിൻ കോയമ്പത്തൂർ ഇടനാഴി എന്നും പറഞ്ഞിട്ടുണ്ട്. അതെ, എങ്ങും എത്തിയിട്ടില്ല. അപ്പോൾ അതൊക്കെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയായിട്ട് ആലോചിച്ച് അവരുമായിട്ട് സഹകരിച്ച് അവരുടെ സഹകരണം കൂടെ കൂട്ടിക്കൊണ്ട് സാമ്പത്തിക സഹായമാണെന്നുണ്ടെങ്കിലും ടെക്നോളജിക്കൽ സഹായമാണെന്നുണ്ടെങ്കിലും ഇതൊക്കെ നമുക്ക് ആവശ്യമുള്ള ഡീറ്റെയിൽഡ് പ്രോജക്റ്റുകൾ തയ്യാറാക്കി നമ്മുടെ മുഖ്യമന്ത്രി ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിലെ പ്രധാനമന്ത്രിയും ധനകാര്യമന്ത്രിയുമായിട്ട് നേരിട്ട് സംസാരിച്ച് ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ്. ഇത് സത്യത്തിൽ ഒരു സാമ്പത്തിക വിദഗ്ധ നിലയിൽ മാറി മാറി വന്ന ധാരാളം സർക്കാരുകളോടൊപ്പം താങ്കൾ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ഈ രാഷ്ട്രീയ അതിപ്രസരത്തിന് പകരം സംസ്ഥാനത്തിന്റെ വികസന താല്പര്യം മുൻനിർത്തി പോയാൽ മാത്രമല്ല രക്ഷപ്പെടാൻ കഴിയും. അവർ സഹകരിച്ചേ പോകാൻ പറ്റത്തുള്ളൂ കേട്ടോ. ഉദാഹരണത്തിന് ഗവൺമെന്റ് ഓഫ് കേരള ഇപ്പം 24,000 കോടി രൂപയുടെ ഒരു പാക്കേജ് കേന്ദ്ര ധനകാര്യമന്ത്രിക്ക് സമർപ്പിച്ചിട്ടുണ്ട്. അതിനകത്ത് പുതുമയുള്ള ഒരൊറ്റ ആശയമില്ല, പുതിയ പ്രോജക്റ്റ് ഒന്നുമില്ല. ഞങ്ങൾക്ക് ധനകാര്യ കമ്മീഷൻ കുറച്ചത് വിഹിതം തരിക, വായ്പാ പരിധി 3.5% ഉയർത്തുക, കേരളയിലും പറയുന്നുണ്ട്. അതേപോലെ തന്നെ വിഴിഞ്ഞത്തിന് വേണ്ടി 5,000 കോടി രൂപ കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. ഇപ്പം ഗവൺമെൻറ് കേരള കമ്മിറ്റ് ചെയ്തതാണ് വർഷങ്ങൾക്ക് മുമ്പേ. കേരള ഗവൺമെൻറ്റിൻ്റെ കോൺട്രിബ്യൂഷൻ എത്ര ആയിരിക്കും എന്നുള്ളതിനെ പറ്റി അതൊക്കെയാണോ കൊണ്ടുവന്ന് ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് ഈ പിന്നെ പ്രത്യേക പാക്കേജായിട്ട് കൊടുക്കേണ്ടത്? അത് കൊടുക്കേണ്ടത് കേരളത്തിൻ്റെ ഇതുപോലുള്ള ആവശ്യങ്ങൾ, കേരളത്തിലെ റെയിൽവേ ഡെവലപ്മെൻറ്റിന് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, വിഴിഞ്ഞം പോർട്ടിന് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, കേരളത്തിൻ്റെ അൺഎംപ്ലോയ്മെൻറ്റ് പരിഹരിക്കാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, നമ്മുടെ റോഡ് കൺസ്ട്രക്ഷന് വേണ്ടി എന്തൊക്കെ ചെയ്യേണ്ടതിനെ പറ്റി ഡീറ്റെയിൽഡ് പ്രോജക്റ്റ് റിപ്പോർട്ട് തയ്യാറാക്കി നമ്മുടെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ കണ്ട് നേരിട്ട് കൊടുത്തെങ്കിൽ മാത്രമേ കാര്യങ്ങളൊക്കെ നടക്കത്തില്ല. ധനകാര്യമന്ത്രി മാത്രമല്ല പോകേണ്ടത് കേരളത്തിൻ്റെ വികസന കാര്യങ്ങൾ ചർച്ച ചെയ്യാനായിട്ട്, മുഖ്യമന്ത്രി തന്നെ പോകണം.
പോയി സംസാരിക്കണം. ഇനിയിപ്പം പുതിയ ചർച്ചകളെ കുറിച്ച് പ്രസക്തി ഇല്ല. നമുക്ക് ഇനി എന്തൊക്കെ കിട്ടുമെന്നുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. ഇപ്പം നമ്മൾ അടിസ്ഥാന സൗകര്യ വികസനത്തെക്കുറിച്ച് പറഞ്ഞു, റോഡുകളെ കുറിച്ച് പറഞ്ഞു, റെയിൽവേ കുറിച്ച് പറഞ്ഞു. ഇനി അടുത്ത് കൃഷി, അതൊരു ഹോട്ട് കേക്ക് ആണല്ലോ. ഇപ്പം നമുക്കിപ്പം ദേശീയ തലത്തിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഇപ്പം കർഷക സമരം, ഇതൊക്കെ ഇനിയും അവരുടെ ഇഷ്യൂസ് പൂർണ്ണമായി അഡ്രസ്സ് ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് തന്നെ നമുക്ക് അനുമാനിക്കേണ്ടി വരും. ആ ഒരു സാഹചര്യത്തിൽ കർഷകർക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയായിരിക്കും ഈ ബജറ്റിൽ പ്രതീക്ഷിക്കാൻ സാധിക്കുക? കർഷകരുടെ നമ്മൾ തുടക്കത്തിലെ പറഞ്ഞപ്പം 2014 മോദി ഗവൺമെൻറ് അധികാരത്തിൽ വന്ന അവസരത്തിൽ പറഞ്ഞിരുന്നു 5 വർഷം കൊണ്ട് കർഷകരുടെ വരുമാനം ഇരട്ടിപ്പിക്കുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അതെങ്ങും എത്തിയിട്ടില്ല. ഇപ്പം മിനിമം സപ്പോർട്ട് പ്രൈസ് കൊടുത്ത് പിന്നെ ഭക്ഷ്യധാന്യങ്ങൾ സംഭരിക്കുന്നുണ്ട്. ഇത് സംഭരിച്ചുകൊണ്ട് മാത്രം അവരുടെ വരുമാനം കൂട്ടത്തില്ല. അതിനവർക്ക് ഫുഡ് സബ്സിഡിക്ക് എമൗണ്ട് മാറ്റിവെക്കണം, അതേപോലെ തന്നെ രാസവള സബ്സിഡിക്ക് വേണ്ടി മാറ്റിവെക്കണം. അങ്ങനെയുള്ള സപ്പോർട്ടിങ് ആയിട്ടുള്ള മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ കഴിഞ്ഞ 10 വർഷത്തെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ബഡ്ജറ്റ് എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്ത്യയിലെ കാർഷിക മേഖലയ്ക്ക് വ്യക്തമായ ഒരു നയതീരുമാനം എടുക്കാൻ പൂർണ്ണമായിട്ട് കഴിഞ്ഞിട്ടില്ല, ഭാഗികമായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഉദാഹരണത്തിന് 2022-23 രാസവള സബ്സിഡിക്ക് വേണ്ടി മാറ്റിവെച്ചത് 1.7 ലക്ഷം കോടി രൂപയായിരുന്നു. 24-25 വോട്ട് ഓൺ അക്കൗണ്ടിലേക്ക് അത് 1.6% കുറച്ചു. അതായത് അവിടെ രാസവള സബ്സിഡി കുറയ്ക്കുകയാണ്. അത് കർഷകരെ പ്രതികൂലമായിട്ട് ബാധിക്കും. ഭക്ഷ്യ സബ്സിഡിക്ക് വേണ്ടി 22-23 2 ലക്ഷം കോടി രൂപ മാറ്റിവെച്ച് 2.10 ലക്ഷം കോടി രൂപ മാറ്റിവെച്ചത് 2 ലക്ഷം കോടിയായിട്ട് 24-25 വോട്ട് ഓൺ അക്കൗണ്ടിൽ മാറ്റിവെച്ചു. അപ്പോൾ അങ്ങനെ വരുന്ന അവസരത്തിൽ രാസവള സബ്സിഡിക്ക് കുറയുന്നു, അതേപോലെ തന്നെ ഭക്ഷ്യ സബ്സിഡിക്ക് വേണ്ടിയുള്ള എമൗണ്ട് കുറയുന്നു. ഇതൊക്കെ കർഷകരുടെ വരുമാനത്തെ പ്രതികൂലമായിട്ട് ബാധിക്കുന്ന ഘടകങ്ങളാണ്. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം കൂടി, ഇപ്പം കർഷകരുടെ വരുമാനം കുറയാനുള്ള പ്രധാന കാരണം മിനിമം സപ്പോർട്ട് പ്രൈസ് എല്ലാ വർഷവും കൂട്ടുന്നുണ്ട്. 5% കൂട്ടുന്നുണ്ട്, 10% വരെയൊക്കെ കൂട്ടുന്നുണ്ട്. അല്ലെ ഇതൊക്കെ പറഞ്ഞ് അത് മാത്രമല്ല നമ്മൾ ചെയ്യേണ്ടുന്നത്, അവർക്ക് ഇൻപുട്ട് സബ്സിഡിയോടെ കൊടുക്കേണ്ടതായിട്ട് വരും. അല്ല ഇൻപുട്ട് സബ്സിഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വില കുറച്ച് അവരുടെ കാർഷിക കൃഷിക്ക് ആവശ്യമുള്ള മറ്റ് ഇൻപുട്ടുകളും കൊടുത്തെങ്കിൽ മാത്രമേ കൃഷി ലാഭകരമാക്കി മാറ്റാൻ കഴിയുകയുള്ളൂ. അതിന് ഭക്ഷ്യ സബ്സിഡിക്കും രാസവള സബ്സിഡിക്കും ഒരു നല്ല ഹൈക്ക് 2024-25 ബഡ്ജറ്റിൽ കൊടുക്കും എന്നാണ് എൻ്റെ പൂർണ്ണ വിശ്വാസം. എനിക്ക് തോന്നുന്നത് ഈ സബ്സിഡി എന്നുള്ള ആശയത്തിന് നരേന്ദ്രമോദി സർക്കാർ എതിരാണ്. അപ്പോൾ ദാരിദ്ര്യത്തിൻ്റെ കാര്യത്തിൽ പോലും അപ്പോൾ അവരെ ഇപ്പം ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് പകരം ഗരീബി ഘടാവോ അല്ല, അതിന് പകരം നരേന്ദ്രമോദി സർക്കാർ മുന്നോട്ട് വെച്ച പ്രോജക്റ്റ് എംപവേർഡ് പാർട്ട്നേഴ്സ് ആക്കുക അവരെ, എന്നിട്ട് അവരെ ഉയർത്തിക്കൊണ്ടുവരിക. അപ്പം ഈ കാർഷിക മേഖലയിൽ സത്യത്തിൽ ഈ സമരം ഉണ്ടായത് പൊളിറ്റിക്കലാണ്. ആ സമരം നടന്നില്ലായിരുന്നുണ്ടെങ്കിൽ ഈ മണ്ഡി മാർക്കറ്റിൻ്റെ ഇടനിലക്കാരെ മുഴുവൻ ഒഴിവാക്കി ഈ കർഷകർക്ക് നേരിട്ട് സാധനങ്ങൾ വിൽക്കാൻ കഴിയുന്ന സംവിധാനം ഉണ്ടായിരുന്നെങ്കിൽ കാർഷിക ഉൽപ്പന്നങ്ങളുടെ വില വൻതോതിൽ കൂടുമായിരുന്നു. ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാർ വിഭാവന ചെയ്ത ഡിജിറ്റൽ മാർക്കറ്റിംഗ് സംവിധാനത്തിലൂടെ ഈ കാർഷിക ഉൽപ്പന്നങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തേക്കും അയക്കാൻ പറ്റുന്ന സംവിധാനം വന്നു. അപ്പോൾ ആ തരത്തിലുള്ളൊരു കാർഷിക മേഖലയിൽ ഒരു സമഗ്ര പരിഷ്കാരമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ സമഗ്രമായ ഒരു പരിഷ്കാരം ഉണ്ടാവും. അതോടൊപ്പം ഇവരെയും കൂടെ കോൺഫിഡൻസിൽ എടുത്തുകൊണ്ട് ഇത് ചെയ്യും. അല്ല, നീതി പറഞ്ഞ ഒരു പോയിന്റ് വളരെ വ്യക്തമാണ്, ഈ രാസവള സബ്സിഡിയുടെ കാര്യം. പക്ഷെ കേരളത്തിൽ നമ്മൾ എത്ര പേര് അറിഞ്ഞു എന്ന് നമുക്ക് അറിയില്ല. ഏറ്റവും കൂടുതൽ സബ്സിഡി കൊടുത്തുകൊണ്ടിരുന്നത് യൂറിയയ്ക്കാണ് ഇന്ത്യ മുഴുവൻ. ഇപ്പൊ യൂറിയയുടെ ഈ മൈക്രോ മാനുവർ സംവിധാനം വന്നു. ഇപ്പോൾ 1 ഏക്കറിന് കൃഷി ചെയ്യാൻ 1/2 ലിറ്റർ വളം മതി. 1/2 ലിറ്ററിന്റെ ഒരു ചെറിയ ബോട്ടിൽ, അതിന്റെ ഫാക്ടറി ഗുജറാത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്, സഹകരണ മേഖലയിലാണ്, ഇഫ്കോയുടെ കീഴിലാണ്. അപ്പൊ അത് വ്യാപകമാക്കി ഈ രാസവള സബ്സിഡി പതുക്കെ ഒഴിവാക്കിക്കൊണ്ട് ആ പൈസയും കൂടി ഇതിനകത്തേക്ക് ഇൻപുട്ട് കോസ്റ്റ് കുറയ്ക്കുകയും പ്രോഡക്റ്റിന്റെ വില കൂട്ടുകയും ഇത് കോമ്പറ്റീറ്റീവ് ആക്കുക കൂടുതൽ. ഇവിടെ അതിന് സപ്ലിമെന്റ് ചെയ്ത ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഈ ദാരിദ്ര്യത്തിന്റെ കാര്യം പറഞ്ഞു, അതേപോലെ തന്നെ കർഷകരുടെ ഇത് സബ്സിഡിയുടെ ഒക്കെ ശരിയാണ്, കുറച്ച് കൊണ്ടുവരേണ്ടതാണ്. പക്ഷെ അതൊക്കെ കുറച്ച് കൂടുതൽ സമയമെടുക്കും ചെയ്തു വരുമ്പോൾ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ നമ്മുടെ MSME ഈ യൂണിറ്റുകൾ ലക്ഷക്കണക്കിന് പൂട്ടിയിട്ടുണ്ട് അൺഓർഗനൈസ്ഡ് സെക്ടറിലെ. അവരൊക്കെ കാർഷിക മേഖലയിലേക്കാണ് പ്രവേശിച്ചത്, അവർക്ക് തൊഴിലില്ലാതിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വരുന്ന അവസരത്തിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും തൊഴിലില്ലായ്മയ്ക്കും പരിഹാരം, റൂറൽ തൊഴിലില്ലായ്മയ്ക്കും പരിഹാരം കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതിക്ക് വൻതോതിലുള്ള ഫണ്ട് കൊടുക്കേണ്ടതായിട്ട് സാഹചര്യം വരും. പക്ഷേ
2022-23 90,000 കോടി രൂപ തൊഴിലുറപ്പ് പദ്ധതിക്ക് വേണ്ടി മാറ്റിവെച്ചിരുന്നു. 2024-25 വോട്ട് ഓൺ അക്കൗണ്ടിൽ അത് 86,000 കോടി രൂപയായിട്ട് കുറയുകയാണ് ചെയ്തത്. അന്നേരം ഇപ്പം നമ്മുടെ ഈ തൊഴിലുറപ്പ് അവകാശത്തിൽ പറയുന്നത് തൊഴിൽ ചെയ്യാനായിട്ട് താല്പര്യം കാണിച്ച് പുറത്ത് വരുന്നവർ അല്ലെങ്കിൽ മുമ്പോട്ട് വരുന്നവർക്ക് 100 ദിവസം തൊഴിൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ചിലരെ കണക്ക് കൂട്ടിയിട്ടുള്ളത് 3 ലക്ഷം കോടി രൂപയെങ്കിലും മാറ്റി വെക്കണമെന്നുണ്ട് ഒരു വർഷം ബഡ്ജറ്റിൽ. പക്ഷേ അതിന് പകരമാണ് 2024-25 86,000 കോടി രൂപ മാറ്റി വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം 25-30 ദിവസം തൊഴിലുറപ്പ് പദ്ധതിയുടെ പ്രശ്നം അറിയാലോ. അതിലേക്ക് ഞാൻ വരുന്നത് അതിന്റെ ഒരു വ്യക്തിപരമായ ഒരു ഡിസഗ്രിമെന്റ് ഉണ്ട്. കാരണം ഇത് പ്രൊഡക്റ്റീവ് ആണോ എന്നുള്ളൊരു വിഷയമുണ്ട്. കണ്ടവന്റെ പുരയിടം കളയ്ക്കാനായിട്ട് സർക്കാരിന്റെ കാശ് കൊടുക്കേണ്ട കാര്യമുണ്ട്. ഒരു സ്വകാര്യ വ്യക്തി അതുകൊണ്ട് രാഷ്ട്ര നിർമ്മാണം എങ്ങനെ സാധ്യമാകില്ല? ഇത് പൊളിറ്റിക്കലി ബെനിഫിറ്റ് ആയിട്ട് വരുന്നത് ആർക്കാണ്? അല്ലെങ്കിൽ അവർ ഇത് പൊളിറ്റിക്കലി ഈ ഒരു സംവിധാനത്തെ തന്നെ പൊളിറ്റിക്കൽ നേട്ടത്തിന് വേണ്ടി ഉപയോഗിക്കുന്നില്ല എന്നുള്ള ചോദ്യങ്ങൾ പ്രസക്തമല്ലേ? ഞാൻ അതിലേക്ക് വരികയായിരുന്നു. ഞാൻ പറഞ്ഞത് നമ്മുടെ ഈ തൊഴിലുറപ്പ് പദ്ധതി തുടങ്ങിയ 2005 തുടങ്ങുന്ന അവസരത്തിൽ എൻവിസേജ് ചെയ്തിരുന്നത് പബ്ലിക് അസറ്റ് മെയിൻ്റനൻസിന് വേണ്ടി മാത്രമാണ്. അതെ, മെറ്റീരിയൽസിന് 30%, ബാക്കി 70% പബ്ലിക് അസറ്റ്, റോഡ്, പാലം, ജലാശയങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ. അത് സംസ്ഥാന സർക്കാരുകൾ അവരുടെ താല്പര്യങ്ങൾക്കനുസൃതമായിട്ട് സ്വകാര്യ ഭൂമിയിലെ റബ്ബറിന് തടവെടുക്കുന്നതിനും തെങ്ങിന് തടവെടുക്കുന്നതിനും സർക്കാർ ഫണ്ട് കൊടുക്കുക. അതുകൊണ്ടാണ് അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് നമ്മുടെ ഈ ഗ്രാമപ്രദേശങ്ങളിലും പഞ്ചായത്ത് ഏരിയയിലൊക്കെ കിടക്കുന്ന വേസ്റ്റ് പോലും കളക്ട് ചെയ്യാൻ കഴിയുന്നില്ല. ഒരു ഭരണകൂടത്തിന്റെ ആവശ്യകത ഇതാണ്. കാരണം 2011 ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് അന്നത്തെ PWD മിനിസ്റ്റർ ആയിരുന്ന VK ഇബ്രാഹിം കുഞ്ഞ് ഒരു പ്രപ്പോസൽ വെച്ചിരുന്നു. നല്ലൊരു ആശയമായിട്ടാണ് എനിക്ക് തോന്നിയത്. എന്തുകൊണ്ട് നമ്മുടെ തൊഴിലുറപ്പ് തൊഴിലാളികളെ റോഡ് നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചുകൂടാ? ഒരു കരാർ കൊടുക്കുന്നു, ഒരു റോഡ് നിർമ്മാണത്തിന് പർട്ടിക്കുലർ ടെൻഡർ വിളിച്ച് ഒരു കരാറുകാരൻ കൊടുക്കുന്നു, തൊഴിലാളികളെ സർക്കാർ തരും, ബാക്കി നിങ്ങൾ ചെയ്യൂ. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള പ്രോജക്റ്റ് കോസ്റ്റ് കുറച്ച് കൊണ്ടുവരാൻ പറ്റും. പക്ഷേ ഈ പണിയെടുക്കുന്ന ഈ പറയുന്ന ഈ ദിവസവേതന തൊഴിലുറപ്പ് തൊഴിലാളികളാരും ഇതിന് പോകാൻ തയ്യാറല്ല. അല്ല, അത് മാത്രമല്ല, അവരെ വിടാൻ പൊളിറ്റീഷ്യൻസ് തയ്യാറല്ല. ഇവര് പോകുന്നില്ല, പോയാൽ അവിടെ ഇരിക്കുകയാണ്. ഇപ്പൊ ഫോട്ടോ എടുപ്പൊക്കെ നടക്കും. ഫോട്ടോ എടുപ്പ് നടക്കുന്നതുകൊണ്ടാണ് ഇപ്പൊ കുറെയൊക്കെ വ്യത്യാസം വന്നത്. അല്ല, ഇത് രാഷ്ട്രത്തിന് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും അത് ഒരു പൊളിച്ചുമാറ്റം നടത്തി മെയിൻ്റനൻസിന് വേണ്ടി മാത്രം തൊഴിലുറപ്പ്. അല്ല, ഇത് പക്ഷെ നേതി പറഞ്ഞ മാതിരി ഈ പൈസ വരുന്നത് ഗ്രാമത്തിലെ സമ്പദ് വ്യവസ്ഥയിൽ മൊത്തം സമ്പദ് വ്യവസ്ഥയിൽ ചലനാത്മകത ഉണ്ടാക്കുന്നു. അത് മാത്രമാണ് ഗുണം. പക്ഷെ MSME-യുടെ ചലനാത്മകത ഉണ്ടാക്കുന്നു എന്ന് പറയുമ്പോഴും രാഷ്ട്ര നിർമ്മാണവും യാഥാർത്ഥ്യം. അതിന് താങ്കൾ പറഞ്ഞ പോയിന്റാണ് വേണ്ടത്. കാരണം ഇത് പബ്ലിക് സെഗ്മെന്റിൽ വേണം ഇത് ഉപയോഗിക്കാൻ. ഈ റോഡ് നിർമ്മാണത്തിന് ഇവരെ പറഞ്ഞു വിടട്ടെ. റോഡ് നിർമ്മാണം ഹെർക്കുലിയൻ ടാസ്ക് ആണ്. സ്ത്രീകൾക്ക് ചിലപ്പോൾ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ റോഡ് പണി, പാലം പണി, ഇത്തരം സേവനം ഉപയോഗിച്ചുകൂടെ? നിർമ്മാണത്തിന് വേണ്ട നമ്മുടെ റോഡ് ഇത്ര മോശമാകുന്നത് മെയിൻ്റനൻസ് ഇല്ലാത്തതുകൊണ്ടാണ്, ഓട വൃത്തിയാക്കാത്തതുകൊണ്ട്. എല്ലാത്തിനും അതിനുവേണ്ടി അവർ സാധ്യമായാലും അൺസ്കിൽഡ് ലേബറിനെ കൊണ്ട് ഒരു പണി എടുപ്പിക്കുന്നതിൽ അതാണ് ഏറ്റവും വലിയ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള സാധനം. അല്ല, അത് ആ രീതിയിൽ ഇതിനെ മോണിറ്റർ ചെയ്ത് നന്നായിട്ട് ഇത് മാറ്റണം, അത് കൊണ്ടുവരണം. അതാണ് ചെയ്യേണ്ടത്. ഇപ്പൊ ഇതിനകത്ത് ഇപ്പൊ വരാൻ പോകുന്ന, എനിക്ക് തോന്നുന്നത് ഇത്തവണത്തെ ബജറ്റിൽ MSME-യുടെ കാര്യത്തിലായിരിക്കും ഏറ്റവും കൂടുതൽ ഊന്നൽ വരാൻ പോകുന്നത്. അല്ല, എന്റെ പ്രതീക്ഷ MSME ഭയങ്കരമായ സമഗ്രമായ പരിഷ്കാരം ഉണ്ടാവും. അതോടൊപ്പം MSME-യുടെ എമർജൻസി ക്രെഡിറ്റിന് വേണ്ടിയും പാർഷ്യൽ ക്രെഡിറ്റിന്, അത് രണ്ടുമാണ് ഇപ്പം പ്രധാനമന്ത്രിയായിട്ടുള്ള ചർച്ചയിലും നിർമ്മലാ സീതാരാമനായിട്ടുള്ള ചർച്ചയിലും ഈ വ്യവസായ വിദഗ്ധർ മുന്നോട്ട് വെച്ചത്. അപ്പോൾ അത് രണ്ടിനും ഇത്തവണ ഊന്നലുണ്ടാവും. പിന്നെ റിയൽ എസ്റ്റേറ്റിൽ കാര്യമായ ഒരു അഴിച്ചുപണി ഉണ്ടാവും. പിന്നെ ഈ ഫണ്ടിങ് ആയാലും EMI-യുടെ കാര്യത്തിലായാലും എല്ലാത്തിലും. അപ്പം ചിലപ്പോൾ ഒരു പക്ഷേ പലിശ കുറയ്ക്കും. പിന്നെ പലിശയായിട്ട് കൊടുക്കുന്ന പൈസയ്ക്ക് ആദായ നികുതി ഇളവ് അത് കൂടുതൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി. അല്ല, MSME-യുടെ ഒരു കാര്യം കൂടെ മനസ്സിലാക്കേണ്ടത്, MSME നമ്മുടെ ആത്മനിർഭർ ഭാരതത്തിന്റെ ഭാഗമായിട്ട് കൊണ്ടുവന്നതായിരുന്നു. പക്ഷെ നമ്മളിപ്പോൾ അത് പ്രധാനമായിട്ടും എക്സ്പോർട്ട് ഓറിയന്റഡ് ആക്കി മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ ഉൽപ്പാദിപ്പിച്ച് വിദേശങ്ങളിലേക്ക് കയറ്റുക. പക്ഷെ അതിനേക്കാൾ നല്ലത് അത് ദേശത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി ഗ്രാമപ്രദേശങ്ങളിലെ നേരത്തെ GK പറഞ്ഞതുപോലെ കൺസംഷൻ ആവശ്യമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ച് ആ ഗ്രാമ സമ്പദ്ഘടനയെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മാർഗത്തിലേക്കൂടെ ഇത് കൊണ്ടുവരണം. അതുപോലെ ജനൌഷധി ഇത്തവണ വ്യാപകമാക്കും. അതിന് സാധ്യത കൂടുതലാണ്, സാധ്യത കാണുന്നു. പിന്നെ അതേപോലെ ആയുഷ്മാൻ ഭാരത്, അത് 75 വയസ്സുള്ള ആ വാർദ്ധക്യത്തിലേക്ക് എത്തുന്ന ആൾക്കാരെ മുഴുവൻ ഈ ആയുഷ്മാൻ ഭാരതിന്റെ പരിധിയിൽ കൊണ്ടുവരാനുള്ള ശ്രമമുണ്ട്. അവിടെയും കേരളം പിന്നോട്ടാണ്. ആയുഷ്മാൻ ഭാരത് ഇവിടെ മര്യാദയ്ക്ക് നടപ്പാക്കിയിട്ടില്ല. ആയുഷ്മാൻ ഭാരതിൻ്റെ കാര്യത്തിൽ അവിടെ നമ്മൾ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കണമെന്നുണ്ട്. ഈ
1950 മുതൽ ആവശ്യപ്പെടുന്നതാണ്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പറയുന്നുണ്ട്, അതുപോലെ തന്നെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറയുന്നുണ്ട്. നമ്മുടെ GDP-യുടെ ഏകദേശം 2 മുതൽ 2.5% വരെ ഹെൽത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കണം. പക്ഷേ ഇന്ന് നമ്മൾ 1% താഴെയാണ് GDP-യുടെ ഹെൽത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുന്ന അവസരത്തിൽ എല്ലാവർക്കും ഹെൽത്ത് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യാൻ കഴിയുന്നില്ല. അടുത്ത കാലത്ത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് വേണ്ടി ഒരു സ്റ്റഡി നടത്തിയ അവസരത്തിൽ പല റിപ്പോർട്ടുകളും പറയുന്നത് നമ്മുടെ ഈ ഹെൽത്ത് സെക്ടറിന് വേണ്ടി ആവശ്യത്തിന് പണം മുടക്കാത്തത് കൊണ്ട്, അല്ലെങ്കിൽ ഫെസിലിറ്റീസ് ക്രിയേറ്റ് ചെയ്തതുകൊണ്ട് അവരുടെ പോക്കറ്റിൽ നിന്നും സ്വന്തം ആരോഗ്യത്തിന് വേണ്ടി ചെലവഴിക്കുന്ന തുക കൂടി വരികയാണ്. അങ്ങനെ ഏകദേശം 10-40% ജനങ്ങൾ ദാരിദ്ര്യത്തിലേക്ക് വീണ്ടും പോയിക്കൊണ്ടിരിക്കുകയാണെന്നാണ്. അപ്പം അങ്ങനെ വരുന്ന അവസരത്തിൽ നമ്മൾ ഹെൽത്തിന് ഈ ആയുഷ്മാനാണെന്നുണ്ടെങ്കിൽ ഏതിലാണെന്നുണ്ടെങ്കിലും നമ്മുടെ GDP-യിൽ ഒരു 2% പബ്ലിക് എക്സ്പെൻഡിച്ചർ ഓൺ ഹെൽത്ത് വർദ്ധിപ്പിക്കുന്നതിനൊരു നടപടി സ്വീകരിക്കണം. അത് ഗ്രാജുവലി കൊണ്ടുവരുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. മനസ്സിലായി സാർ. നമുക്ക് ഇപ്പോൾ ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ പാർട്ടിലേക്ക് വരുന്നതിന് മുന്നേ ഒരു ചോദ്യം കൂടെ. അതായത് ബജറ്റിനെ എപ്പോഴും പ്രതീക്ഷയോടുകൂടി ഇടത്തരക്കാരാണ് കാത്തിരിക്കുന്നത്. അവരുടെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു കൺസേൺ ആണ് ആദായ നികുതി പരിധിയുമായി ബന്ധപ്പെട്ടിട്ട്. ഇക്കുറി എന്തെങ്കിലും ഒരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു ചേഞ്ച്, ഡ്രാസ്റ്റിക് ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു നെയിം സേക്ക് ആയാൽ പോലും എന്തെങ്കിലും ചേഞ്ച് പ്രതീക്ഷിക്കാമോ? താങ്കളുടെ ഒരു കാഴ്ചപ്പാട്? തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. കാരണം സ്ലാബ് ഉയർത്തുക എന്നുള്ളതാണ് ആവശ്യം. ഇപ്പോൾ 5 ലക്ഷം വരെ ജനങ്ങളുടെ ആവശ്യമാണ്. സർക്കാർ ആവശ്യം അംഗീകരിക്കുമെന്നുള്ളതാണ്. അംഗീകരിക്കണം എന്നാണ് അത്. കാരണം സാധാരണക്കാരായ സർക്കാർ ഉദ്യോഗസ്ഥരും പെൻഷനേഴ്സുമാണ് പ്രോപ്പറായിട്ട് ഇൻകം ടാക്സ് പേ ചെയ്യുന്നത്. ഒരിക്കലും അവരുടെ ഇൻകം ഒളിച്ചു വെക്കാൻ പറ്റാതെ വരും. അങ്ങനെയുള്ളവർക്ക് ഒരു ആശ്വാസം കിട്ടണമെന്നുണ്ടെങ്കിൽ ആ സ്ലാബ് കൂട്ടുകയും മാക്സിമം ഇൻകം ടാക്സിന് കുറവ് വരുത്തുകയും ചെയ്യുന്നു. ഉദാഹരണത്തിന് ഇപ്പം കോർപ്പറേറ്റ് കമ്പനികളുടെ മാക്സിമം ഇൻകം ടാക്സ് എന്ന് പറയുന്നത് 22%. വ്യക്തികളുടെ ഇൻകം ടാക്സ് എന്ന് പറയുന്നത് 30%. 8% കുറവാണ് കോർപ്പറേറ്റുകൾക്ക്. അങ്ങനെ വ്യക്തികൾക്ക് കൂടുതൽ സൗജന്യം കൊടുക്കണോ, കോർപ്പറേറ്റുകൾക്ക് കൂടുതൽ സൗജന്യം കൊടുക്കണോ എന്നുള്ള ഒരു ചർച്ചയാണ് നടത്തി കോർപ്പറേറ്റുകളുടെ കൂട്ടുകയും വ്യക്തികളുടെ ഇൻകം ടാക്സ് സ്ലാബ് കുറയ്ക്കുകയും ചെയ്യണമെന്നാണ് എൻ്റെ വ്യക്തിപരമായ. മനസ്സിലായി, പോയിന്റ് ക്ലിയർ ആണ്. അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ താങ്കളോട് ഒരു ചോദ്യം ചോദിച്ച് അവസാനിപ്പിക്കാമെന്ന് കരുതുന്നു. നമുക്കിപ്പോൾ 2 കേന്ദ്രമന്ത്രിമാരുണ്ട്, മലയാളികളുടെ സ്വന്തം മന്ത്രിമാർ. ഇവരുടെ ഭാഗത്തുനിന്ന് ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് കേരളത്തിന് വേണ്ടി മാത്രമായിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു പദ്ധതി അല്ലെങ്കിൽ ഒരു പ്രഖ്യാപനം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പുതിയൊരു ആനുകൂല്യം കേരളത്തിന് മാത്രം എക്സ്പെക്ട് ചെയ്യാവോ? അല്ല, എനിക്ക് തോന്നുന്നത് അദ്ദേഹം പറഞ്ഞ മാതിരി ഒരു പക്ഷേ എയിംസ് കേരളത്തിൽ ഇത്തവണ വന്നേക്കും, പ്രഖ്യാപനം ഉണ്ടായേക്കും. അതേപോലെ കേന്ദ്ര സർക്കാരിൻ്റെ ബാക്കി എന്തെങ്കിലും പദ്ധതികൾ കേരളത്തിൽ വന്നുകൂടായികയില്ല. അതിന് വളരെ കൂടുതൽ സാധ്യതയുണ്ട്. എയിംസ് എന്ന് പറയുമ്പോൾ എവിടെ വരും? അതിപ്പോ പറയാൻ പറ്റില്ല. സ്ഥലം കൊടുക്കുന്നത് എവിടെയാണോ ഇപ്പൊ എല്ലാവരും പറയുന്നുണ്ട് എയിംസ് എന്റെ പഞ്ചായത്ത്. അപ്പൊ ആളുകളും ആശങ്കയാണ്, ഇത് നമ്മുടെ നാട്ടിൽ വരുമോ? എല്ലാവരുടെയും എയിംസ് പോലുള്ള ഒരു സ്ഥാപനം സാധ്യത പറയാൻ പറ്റില്ല. അല്ല, ഞാൻ പറയുന്നത് അത് കേരളത്തിന്റെ ഒരു മിഡിൽ പോർഷനിൽ തന്നെ വരണം. എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റണം അത്യാവശ്യത്തിന്. ഇതേപോലെ പക്ഷെ വേറൊരു കാര്യം, കാസർഗോഡുകാരുടെ കാര്യം ഭയങ്കര കഷ്ടമാണ്. എൻഡോസൾഫാനും ബാക്കിയുള്ള ഇതും കാസർഗോഡ് ഇപ്പോഴും കൊള്ളാവുന്ന ഒരു ആസ്പത്രി സർക്കാർ സംവിധാനത്തിൽ ഇല്ല. എല്ലാ മംഗലാപുരത്ത് പോയിട്ടാണ് ഇപ്പൊ ട്രീറ്റ് ചെയ്യുന്നത്. അത് തിരുവനന്തപുരമാണ് ഒരു സ്ഥലം. ഐഡിയൽ ആയിട്ടുള്ള ഒരു സ്ഥലം കാസർഗോഡാണ്. അല്ല, കാസർഗോഡ് എന്ന് ഞാൻ പറയണില്ല, പക്ഷെ കാസർഗോഡ് പരിഗണിക്കപ്പെടേണ്ട ഒരു സ്ഥലമാണ്. അതേസമയം ഈ കേരളത്തിന്റെ മധ്യഭാഗത്താണെങ്കിൽ കാസർഗോഡ് മുതൽ എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റും. കൊച്ചി ആയിരിക്കും അങ്ങനെയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ്, കൊച്ചിയോ അല്ലെങ്കിൽ തൃശ്ശൂരോ. ഇവിടെ എനിക്കൊരു അഭിപ്രായമുള്ളത്, ആദ്യം കേരള ഗവൺമെന്റ് തന്നെ ഒരു ധാരണയിലെത്തണം. എവിടെ മെഡിക്കൽ കോളേജ് എയിംസ് വേണം, ഞങ്ങൾ ലാൻഡ് അക്വയർ ഇത്ര നാളിൽ തരാം. അല്ല, അവര് കിനാലൂരല്ലേ പറഞ്ഞു? അല്ല, അത് തീരുമാനിക്കണം. ഇതുവരെ പറഞ്ഞത്. അല്ല, ഇതുവരെ കേരള ഗവൺമെന്റ് വന്നു കഴിഞ്ഞാൽ കേരളത്തിനല്ല ഗുണം, അത് ഏറ്റവും കൂടുതൽ ഗുണം വരാമെന്ന് തമിഴ്നാടിനാണ്. അല്ല, കേരള ഗവൺമെന്റ് ആദ്യം തീരുമാനിക്കണം ഞങ്ങൾ എവിടെ തുടങ്ങണം എന്ന് തീരുമാനിച്ചതിന് ശേഷം അതിന്റെ ഡീറ്റെയിൽഡ് പ്രോജക്ട് റിപ്പോർട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് കൊടുക്കുക. അത് മാത്രമല്ല, അത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. ഇപ്പോൾ എയിംസ് വന്നതുകൊണ്ട് കേരളത്തിലെ ഹെൽത്ത് പ്രോബ്ലത്തിന് അല്ലെങ്കിൽ ഹെൽത്ത് ഇഷ്യൂസിന് ഒരു പരിഹാരം ഉണ്ടാകാൻ പോകുന്നില്ല. മെഡിക്കൽ കോളേജുകൾ നല്ല രീതിയിൽ നടത്താൻ കഴിയാത്ത ഒരു. പക്ഷേ ആയുഷ്മാൻ ഭാരത് കേരളത്തിൽ വ്യാപകമായിട്ട് നടപ്പിലാക്കിയാൽ സാധാരണക്കാർക്ക് ഗുണമുണ്ടാവും എന്നുള്ള കാര്യത്തെ എനിക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ അവിടെ ഇതേതാണ് ഗവൺമെന്റ് ഓഫ് കേരളയും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആയിട്ട് സഹകരിച്ച് ചെയ്യണം. ഇപ്പം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പേര് മാറ്റുന്നതിൽ പോലും ഇഷ്യൂറ്റ് അടക്കമല്ലേ. ഇപ്പം നാഷണൽ ഹെൽത്ത് മിഷനുണ്ട്, അതിൻ്റെ ഓരോ വർഷവും നമുക്ക് അധികത്തിൽ ഫണ്ട് വേണം. അപ്പോൾ അങ്ങനെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു വ്യക്തമായൊരു നയസമീപനം. അവസാനമായിട്ട് ഒരു ചോദ്യം കൂടെ. നമുക്ക് 550 കിലോമീറ്ററോളം നമുക്ക് കടൽ തീരമുണ്ട്, തീരദേശം. ഇപ്പം കേന്ദ്ര സർക്കാർ പ്രാമുഖ്യം കൊടുക്കുന്ന ഒരു മേഖലയാണ് ബ്ലൂ എക്കോണമി എന്ന് പറയുന്നത്. കടലിൻ്റെ സാധ്യതകൾ സംസ്ഥാനത്തിന് അല്ലെങ്കിൽ രാഷ്ട്രത്തിന് വേണ്ടി ഉപയോഗിക്കുക.
എന്തെങ്കിലും പ്രതീക്ഷിക്കാവോ? തീർച്ചയായിട്ടും. എന്താ? കാരണം വെച്ചാൽ എന്തായാലും ജോർജ് കുര്യൻ അതിന്റെ മന്ത്രിയും കൂടാണ്. അതെ, ആ ഒരു പ്രോസ്പെക്റ്റിലാണ് അതെ, നമ്മൾ പ്രതീക്ഷ ആ ഒരു കൊടുക്കുന്നത്. പ്രോസ്പെക്ട്സിൽ കേരളത്തിന്റെ ഈ മത്സ്യസമ്പത്ത് പരമാവധി ഉപയോഗപ്പെടുത്താനും അതുമായിട്ട് ബന്ധപ്പെട്ട വ്യവസായങ്ങൾ കൊണ്ടുവരാനും ഈ തീരദേശത്തെ ആൾക്കാരെ കൂടുതൽ അവരുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താനുള്ള പദ്ധതികൾ എന്തായാലും ഉണ്ടാവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ ചിലപ്പോ എയിംസ് ചിലപ്പോ ഒരു പക്ഷേ തൃശ്ശൂർ വന്നുകൂടായില്ല. അല്ല, അവിടെ ഇതേപോലെ അത് നമ്മൾ politics ആയിരിക്കും. അല്ല, സുരേഷ് ഗോപിയുടെ മണ്ഡലം എന്ന് അല്ല, പറഞ്ഞാൽ സുരേഷ് ഗോപിയുടെ മണ്ഡലം എന്ന് പറയുമ്പോഴും കേരളത്തിന്റെ മധ്യഭാഗത്താണ്. അവിടെ ഇതേപോലെ തന്നെ നമ്മുടെ തീരദേശത്തിന്റെ കാര്യം പറഞ്ഞപ്പം മോദി ഗവൺമെന്റിന്റെ കാലത്താണ് ആദ്യമായിട്ട് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റാണ് തുടങ്ങുന്നത്, ഗവൺമെന്റ് ഇന്ത്യ തുടങ്ങുന്നത്. അത് നല്ല കാര്യം തന്നെ. പക്ഷെ ഇവിടെ ബ്ലൂ എക്കോണമിയിലെ മത്സ്യബന്ധനത്തിന് മാത്രമല്ല, തീരദേശത്തെ ജനങ്ങൾക്ക് സംരക്ഷണം കൊടുക്കണം. ഈ തീരദേശത്തുണ്ടാകുന്ന ഈ പിന്നെ ഈ സീ ഇറോഷൻ അത് തടയുന്നതിനും അവരെ സുരക്ഷിതമായിട്ട് ജീവിക്കാനുള്ള മാർഗം ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും സംസ്ഥാന ഗവൺമെൻറ്റുമായിട്ട് കൂടി ആലോചിച്ച് ചെയ്യേണ്ടതാണ്. കാരണം നേരത്തെ പറഞ്ഞ പോലെ 560 കിലോമീറ്റർ ദൈർഘ്യമുള്ള തീരദേശമാണ്. പക്ഷെ വേറൊരു കാര്യം മനസ്സിലാക്കണം, സുനാമി വന്നപ്പോഴേ ഇവിടെ എല്ലാവരും വീട് വെച്ചു കൊടുക്കും എന്ന് പറഞ്ഞിട്ട് നടന്നു. ആകെ മാതാമൃതാനന്ദമായി മഠം മാത്രമാണ് വീട് വെച്ചു കൊടുത്തത്. ഇവിടെ ഒരു സുനാമി പാർക്കുണ്ട്, കണ്ടില്ലെന്ന് നോക്കിയത്. പക്ഷെ ബാക്കി പൈസ മുഴുവൻ തെരുവുനായ കയറി കിടക്കുന്ന ഒരു കേന്ദ്രമാണ്. അതെ, ബാക്കി പൈസ മുഴുവൻ പുട്ടടിച്ചു പോയി, പിരിച്ചോര് പോലും വെച്ചില്ല. അല്ല, സുനാമി മാത്രമല്ല, ഇപ്പൊ വിഴിഞ്ഞത്തിന് വേണ്ടി സുനാമി പാർക്ക് ഇപ്പൊ തെരുവുനായ പുനരധിവാസ കേന്ദ്രമാണ്, ഒരു വയോജന കേന്ദ്രം. അല്ല, അത് ഈ തീരദേശ ജനങ്ങളെ സംരക്ഷിക്കുകയും ഈ സീ ഇറോഷന്റെ തിരമാല അടിച്ച് വീടും മുതലപ്പൊഴി ഇഷ്യൂ അതൊക്കെ എല്ലാം കൂടെ ചെയ്യേണ്ടതാണ്. ബ്ലൂ എക്കോണമി രീതി പറഞ്ഞ മതി. വികസനത്തിന്റെ കാര്യത്തിൽ ഈ രാഷ്ട്രീയം വിട്ടിട്ട് അതെ തീർച്ചയായിട്ടും ഇനിയെങ്കിലും ചിന്തിക്കണം. ഇനിയിപ്പോ ചർച്ചകൾക്ക് സ്പേസ് ഇല്ല. നമുക്കിപ്പോ ബഡ്ജറ്റ് ഇനി എത്താറായി, ഏതാനും മണിക്കൂറുകൾ മാത്രം. അപ്പൊ ഇനി എന്താണ് സംഭവിക്കുക, എന്തൊക്കെയാണ് കേന്ദ്രം അതല്ല, അവിടെ അനീഷ് ഒറ്റ കാര്യം കൂടെ ശ്രദ്ധിക്കണം. എന്താണ് ഈ പിന്നെ KN ബാലഗോപാല് പോയ നിവേദനത്തില് കേരളയിലും ബാക്കിയുള്ള സാധനം അവിടെ പോയേ ഒരു സർവകക്ഷി യോഗം വിളിച്ചിട്ട് മുഴുവൻ പേരുടെ അഭിപ്രായം എടുത്തിട്ട് കേരളത്തിന്റെ പൊതു താല്പര്യം നിലയിൽ പ്രധാനമന്ത്രിയെ കാണാൻ എന്തുകൊണ്ട് ശ്രമിച്ചില്ല? ഇനി അത് കഴിഞ്ഞ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഇനി വരുംകാലത്തും ഇത് പ്രശ്നമാണ്. വരുംകാലത്തെങ്കിലും ഇനി അല്ല, അത് വേറെ കാര്യം ഓർക്കണം. 2019 മോദി രണ്ടാമത്തെ പ്രാവശ്യം പ്രധാനമന്ത്രി ആയിക്കഴിഞ്ഞതിന് ശേഷം നമ്മുടെ കേരള മുഖ്യമന്ത്രി അദ്ദേഹത്തെ കാണാൻ പോയപ്പോഴത്തേലും ഒരു കുറച്ച് പ്രപ്പോസൽ കൊടുത്തിരുന്നു. അപ്പം ഞാനതിനെ ഉച്ചകോടി എന്നാണ് വിളിക്കുന്നത്. പക്ഷെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇന്ന് വരെ കേരള ഗവൺമെൻറ് അന്വേഷിച്ചിട്ടില്ല, അതിനകത്ത് പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും ചെയ്തിട്ടുള്ളതിനെ പറ്റി. അതുകൂടാതാണ് ഇപ്പം 2024 വീണ്ടും പ്രധാനമന്ത്രിയായ അവസരത്തിൽ ധനകാര്യമന്ത്രിക്ക് 24,000 കോടി രൂപയുടെ ഒരു പ്രോജക്റ്റ് സമർപ്പിച്ചിരിക്കുന്നത്, പ്രത്യേക പാക്കേജ് എന്ന് പറയും. ആ പാക്കേജിനകത്ത് കേരളത്തിൻ്റെ ഒരു ശാശ്വതമായ പ്രശ്നം പരിഹരിക്കുന്നതിന് ഒരു പുതുമയുള്ള ഒരൊറ്റ പ്രോജക്റ്റ് പോലും ഇല്ല. ബാക്കി എല്ലാം കേരളത്തിന് കിട്ടുന്നത് ധനകാര്യ കമ്മീഷൻ്റെ കുറവേ, അതേപോലെ തന്നെ കേരളിൻ്റെ ആവശ്യം, വിഴിഞ്ഞത്തിന് 5,000 കോടി എന്നൊക്കെ പറയുന്നതല്ല കണ്ടിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. 2024 മോദി ഗവൺമെൻറ്റിന് കുറഞ്ഞു വന്ന ജനകീയ അംഗീകാരം അല്ലെ ജനസമ്മതി വീണ്ടും തിരിച്ചു പിടിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 2024-25 ബഡ്ജറ്റിൽ മുതൽ നല്ല പ്രോഗ്രാമുകൾ, പുതുമയുള്ള പ്രോഗ്രാമുകൾ കൊണ്ടുവന്ന് സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിന് വേണ്ടിയുള്ള വ്യക്തമായ കാര്യങ്ങൾ ഉണ്ടായിരിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ. അല്ല, അതിനകത്തൊരു പ്രശ്നമുണ്ട്. ഇത് 3ാം തവണയാണ് ഒരു സർക്കാർ വീണ്ടും അധികാരത്തിൽ. 3-4 അല്ല, പക്ഷെ ഇപ്പൊ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പരമാവധി ചെയ്തിട്ടുണ്ട്. പക്ഷെ 1 ലക്ഷം രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ ഇട്ടു തരും എന്നൊക്കെ പറഞ്ഞിട്ട്, അതെ, ആ തരത്തിലുള്ള ക്യാമ്പയിനാണ് ഒരു പരിധി വരെ. പിന്നെ സംവരണം വെട്ടി കുറയ്ക്കുമെന്ന് പറഞ്ഞിട്ട് OBC മേഖല നടത്തിയ ഇതൊക്കെയാണ് മോദി ഗവൺമെന്റ് ഒരു കുറച്ച് തിരിച്ചടിയായത്. പക്ഷെ അത് റീഗെയിൻ ചെയ്യാൻ മോദി ലക്ഷ്യമിടുന്നത് ഭാരതത്തിന്റെ വികസനം, 2047 വികസിത ഭാരതം. ആ ലക്ഷ്യത്തിലേക്കുള്ള പദ്ധതിയായിട്ട് ആര് സഹകരിച്ചാലും ഇല്ലെങ്കിലും മോദി മുന്നോട്ട് പോകുമെന്നുള്ള പ്രതീക്ഷ നമുക്ക് നിൽക്കാം. ഇനിയിപ്പോൾ എന്തായാലും ഏതാനും മണിക്കൂറുകൾ മാത്രം കാത്തിരിക്കാം.